കഴിഞ്ഞ 8 വർഷത്തോളമായി പ്രകൃതി കൃഷി ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല വിളവ് എനിക്ക് ലഭിക്കുന്നുണ്ട്. അത് ഞാൻ നാടൻ വിത്തുകളാണ്. മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? യെസ്, തീർച്ചയായിട്ടും ലാഭകരമാണ്. അതിനേക്കാൾ ഉപരി ഞാൻ നെല്ലാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഏകദേശം ഈ വർഷം ഞാൻ 8 ഏക്കറോളം ചെയ്തിട്ടുണ്ട്. അതിൽ നാടൻ വിത്തുകളായ തവളക്കണ്ണൻ, രക്തശാലി, നവര, കുറുവ, അങ്ങനെ കുറെ വിത്തിനങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അതിൽ കിട്ടുണ്ടാവും പണ്ടത്തെ ഒരു മുണ്ടകൻ എന്ന് പറഞ്ഞ വിത്തുകൾ. പക്ഷെ അതൊക്കെ ഞാൻ അന്തസ്സായ നന്നായിട്ട് നിന്നുങ്ങൾ കൊയ്ത്തായിരുന്നു. എനിക്ക് നല്ല വിളവ് എനിക്ക് ലഭിക്കും. ഞാൻ അത് ജീവാമൃതം, നാടൻ പശുവിന്റെ ചാണകവും മൂത്രം ഉപയോഗിച്ചുള്ള ജീവാമൃതം മാത്രമാണ് ഞാൻ വളമായിട്ട് കൊടുക്കുന്നത്. ആ പ്രോഡക്റ്റ്. സാർ, ഞാൻ ഗ്രാമപ്രദേശത്ത് നിന്ന് വരുന്ന ഒരു യൂട്യൂബറാണ്. പക്ഷെ ഞാൻ ഈ അന്യം തിന്നു പോകുന്ന ഔഷധ ചെടികളൊക്കെ സ്വഭാവമായിട്ട് സെർച്ച് ചെയ്യാൻ നോക്കിയിട്ട് ഒറ്റ എണ്ണയില്ല. മുക്കുറ്റി പോലും നമ്മുടെ നാട്ടിലില്ല. ഒരു മണ്ണിരേനെ കാണണമെങ്കിൽ നമ്മൾ ഭൂതോളം കുളിച്ച ഒരു മണ്ണിരയില്ല. അപ്പം നമ്മുടെ അന്യം തിന്നു പോകുന്ന എല്ലാ ജൈവവൈദ്യങ്ങളായ ഔഷധ ചെടികളെല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണ്. അതിൻ്റെയൊക്കെ കാരണം അമിതമായ കളനാശിനി, കീടനാശിനി പ്രയോഗം കൊണ്ടാണ്. ഈ താൽക്കാലിക ലാഭത്തിനായി പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്തില്ലേ, കെമിക്കൽ പെസ്റ്റിസൈഡ്സ്, അതിന്റെ ഉപയോഗം കാരണം ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ 30% ഓഫ് ലാൻഡ് ഡെസേർട്ടായി മാറിക്കൊണ്ടിരിക്കുക. ആയിക്കഴിഞ്ഞു 30%. പുതിയ പഠനം അനുസരിച്ച് 2050 ആകുമ്പോഴത്തേക്കും ഏകദേശം 90% ലാൻഡ് ഡെസേർട്ടായി മാറും. ഇപ്പം തന്നെ ഏകദേശം 8 സ്റ്റേറ്റ്സ് ആ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു. ഗുജറാത്ത്, രാജസ്ഥാൻ, മണിപ്പൂർ, അങ്ങനെ കുറേ സ്റ്റേറ്റ്സ് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു, ഡെസേർട്ട് ആയിക്കഴിഞ്ഞു. അതെല്ലാം ഈ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നതിന്റെ കാരണം കൊണ്ടാണ്. ചെറുപ്പക്കാർ ഇത്തരം തെറ്റായ ഇൻഫർമേഷൻസ് പറയരുത്. മണിപ്പൂരോ ഗുജറാത്തോ ഇല്ല, ദയവ് ചെയ്ത് ഇത്തരം തെറ്റായ 30% നമ്മുടെ രാജ്യത്തെ ലാൻഡ്, കൃഷിസ്ഥലം ഡെസേർട്ടിഫൈ ആവുന്ന തീർത്തും തെറ്റായ ഒരു പ്രസ്താവനയാണ്. അങ്ങനെ ഒരു പഠനം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് തന്നെ കാണിക്കണം. അങ്ങനെ ഒരു പഠനമില്ല. മണിപ്പൂർ എവിടെയാണ് ഡെസേർട്ടിഫൈ ആവുന്നത്? മണിപ്പൂരിനെ പോലെ ഇത്ര ഹരിതാപമായ ഒരു സംസ്ഥാനം എവിടെ ഡെസേർട്ടിഫൈഡ് ആവുന്നു? ഇത് തീർത്തും തെറ്റായിട്ടുള്ളത്. നിങ്ങൾ വെറുതെ യൂട്യൂബിൽ കാണുന്നതും റീൽസിൽ കാണുന്നതും മാത്രമല്ല സാർ, ഞങ്ങൾക്ക് ഇത് പഠിക്കാനുള്ളതാണ്. ശരി, തീർച്ചയായും ഞാൻ എന്റെ ഈ പ്രസ്താവന പിൻവലിക്കാം. പക്ഷെ എനിക്ക് ആ പേപ്പർ എനിക്കൊന്ന് കാണാം. അങ്ങനെ കൃഷിയിൽ 30% ഡെസർട്ടിഫിക്കേഷൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഒറ്റ കാര്യം കൂടി, ഇന്ത്യയിലെ ഇന്ത്യയുടെ കഴിഞ്ഞ വർഷത്തെ ഭക്ഷ്യോൽപാദനം എത്രയായിരുന്നു? കഴിഞ്ഞ വർഷത്തെ ഭക്ഷ്യോൽപാദനം 375 ലക്ഷം മെട്രിക് ടൺ ആണ്. ഞാൻ 2001 കാലഘട്ടത്തിൽ കാണുമ്പോൾ അന്ന് 200 ഉണ്ടായിരുന്നതാണ്. 200-ൽ നിന്നാണ് 375-ലേക്ക് എത്തിയത്. അപ്പൊ ഡെസർട്ടിഫിക്കേഷൻ നടന്നിട്ടാണ് ഇത്ര ഉൽപാദനം കൂടിയത്. ഗോതമ്പും അരിയും ഇന്ന് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യം. അപ്പൊ അതെങ്ങനെ ഡെസർട്ടിഫിക്കേഷൻ നടന്നിട്ടാണോ? ഇത് തീർത്തും തെറ്റായിട്ടുള്ള പ്രസ്താവന. കുട്ടികൾ ഇത് ദയവ് ചെയ്ത് നിങ്ങൾ ഇത്തരം ചെറിയ തെറ്റിദ്ധാരണകൾ മാറ്റണം. അതല്ല നടക്കുന്ന. എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ളതാണ്, നമുക്ക് പഠിക്കാനുള്ളതാണോ? അത് കാണിച്ചു കൊടുക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.